ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഷവോമി എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പണ്ട് നമ്മൾ ചൈനീസ് സ്മാർട്ട് ഫോൺ മേടിക്കുന്ന സമയത്ത് എല്ലാവരും കളിയാക്കും, അയ്യേ ചൈന സ്മാർട്ട് ഫോൺ. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാട് നോക്കി തന്നെ അറിയാം, ഏറ്റവും കൂടുതലുള്ളത് ചൈന സ്മാർട്ട് ഫോൺസ് ആയിരിക്കും. മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഷവോമി തന്നെ ആയിരിക്കും. ഷവോമി എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. പക്ഷെ അത് ഇന്ത്യയിലാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. കാരണം ചൈനയിൽ വരുന്ന സമയത്ത് ഷവോമിയെക്കാട്ടി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹുവായി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഷവോമി ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ്, അതായത് സ്മാർട്ട് ഫോൺസ് വിറ്റത് ഇന്ത്യയിലാണ്. ഈ ഷവോമിയെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺസ് വിറ്റ് അഴിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഷവോമി എന്നുള്ളത്. ഷവോമിക്ക് അതിന്റെ പേരിൽ ഒരു റെക്കോർഡ് ഉണ്ട്. അതായത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ വിറ്റ് ബ്രാൻഡ് എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത് ഷവോമിക്കാണ്. ഏകദേശം 21 ലക്ഷം സ്മാർട്ട് ഫോൺസ് ആണ് ഒരു ദിവസം ഷവോമി വിറ്റത്. അതേപോലെ 2017 58 ലക്ഷം സ്മാർട്ട് ഫോൺസ് ആണ് ഷവോമി വിറ്റത്. 2017 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ റെഡ്മി നോട്ട് 4 ആണ്. രണ്ടാം സ്ഥാനത്തുള്ള റെഡ്മി 4 ആണ്. ആ 2017 ഇറങ്ങിയ റെഡ്മി നോട്ട് 4 ആണ് ഇന്ത്യയിലെ ഷവോമിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കി തന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അത്രയും കുറഞ്ഞൊരു പ്രൈസിൽ മാക്സിമം സ്പെക്സ് ഉൾപ്പെടുത്തിയ ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു റെഡ്മി നോട്ട് 4. അതിനുശേഷം വന്ന റെഡ്മി നോട്ട് 4ഉം റെഡ്മി നോട്ട് 5 പ്രോയും അതേപോലെ റെഡ്മി നോട്ട് 7 പ്രോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും റെഡ്മി നോട്ട് 7 പ്രോ 48 MB ക്യാമറയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നത്. ഷവോമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടുതൽ സ്പെക്സ് കൊടുക്കുക എന്നുള്ളതാണ് ഷവോമി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷവോമിയുടെ ഒരു ലോഗോ, MIയുടെ ഒരു ലോഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷവോമിയിൽ നിന്നും MIയിലേക്ക് മാറിയപ്പോൾ MI എന്നൊരു ലോഗോ അറിയാം. ഈ MI എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചൈനീസിലെ ഒരു സിമ്പലാണ്. ഈ ഒരു സിമ്പലിന്റെ അർത്ഥം വരുന്നത് ഹേർട്ട് എന്നാണ്. ഇനി ഷവോമി എന്ന് പറയുന്ന പേരിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഷവോ അതുപോലെ MI എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ ഒരു വേർഡ് വന്നത്. ഷവോ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ എന്നാണ് അർത്ഥം. MI എന്ന് പറഞ്ഞാൽ റൈസ് എന്നാണ് അർത്ഥം. ലിറ്റിൽ റൈസ് എന്നാണ് മൊത്തത്തിൽ അർത്ഥം വരുന്നത്. അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ആ ഒരു വലിയ കാര്യം അറ്റൈൻ ചെയ്യേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം ഒരു ചെറിയ കാര്യം ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഒരു വലിയ കാര്യമാക്കി എടുക്കുക എന്നാണ് അവർ ഈ ഒരു വേർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഷവോമിയെ ചൈനയിലെ ആപ്പിൾ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സിഒ ആയിട്ടുള്ള ലീ ജൂണിനെയും സ്റ്റീവ് ജോബ്സ് ഓഫ് ചൈന എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഷവോമിയുടെ ലോഞ്ച് ഇവന്റ്സിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ബ്ലാക്ക് ഷർട്ടും അതേപോലെ തന്നെ ബ്ലൂ ജീൻസുമാണ് ധരിക്കുന്നത്. നമ്മുടെ സ്റ്റീവ് ജോബ്സും അതുപോലെ തന്നെ ആയിരുന്നു. ഐഫോണിന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ ലോഞ്ച് ഇവന്റ്സിലെല്ലാം തന്നെ അദ്ദേഹം ബ്ലാക്ക് ടീഷർട്ടും അതേപോലെ തന്നെ ബ്ലൂ ജീൻസും ആയിരുന്നു ധരിച്ചിരുന്നത്. പിന്നീട് ഷവോമിയെ പറ്റി ഒരു കുപ്രസിദ്ധി പ്രചരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഷവോമി നമ്മുടെ യൂസേഴ്സിന്റെ ഡേറ്റ ചോർത്തുന്നു പറഞ്ഞ ഒരു ന്യൂസ് വന്നിരുന്നു. F-Secure എന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടത്. അവരതിന്റെ പ്രൂഫ് സഹിതമാണ് ഷവോമിയെ കോണ്ടാക്ട് ചെയ്തത്. ഷവോമി അവസാനം അത് സമ്മതിക്കുകയും ചെയ്തു. അതായത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഷവോമി യൂസേഴ്സിന്റെ കോണ്ടാക്ട്സും അതേപോലെ കോൾ ലോഗ്സും ഒക്കെ അവർ ചൈനയുടെ സെർവറിലേക്ക് മാറ്റുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ പ്രൂഫ് സഹിതമാണ് ഷവോമി കാണിച്ചത്. അപ്പം ഷവോമി അത് സമ്മതിക്കുകയും ചെയ്തു. അതായത് MI ക്ലൗഡ് യൂസ് ചെയ്യുന്നവരുടെ കോണ്ടാക്ട്സും ലോഗും ഒക്കെ തന്നെ അവര് ചൈനീസ് സെർവറിലേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഷവോമി സമ്മതിച്ചത്. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, ഷവോമി.com എന്നായിരുന്നു അവരുടെ ഡൊമൈൻ നെയിം. പിന്നീട് അത് MI.com മാറി. ഈ MI.com മാറാൻ വേണ്ടി അവർ ആ ഒരു ഡൊമൈൻ മേടിക്കാൻ മാത്രം ചെലവാക്കിയത് ഏകദേശം $3.6 million ആണ് ചെലവാക്കിയിട്ടാണ് MI.com മാറിയത്. അത് മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഷവോമി എന്ന് പറയുന്നത് ചൈനക്കാർക്ക് വലിയ സീനില്ലാത്തൊരു വേർഡാണ്. പക്ഷെ ബാക്കിയുള്ള രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഷവോമി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവർ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് MI.com എന്ന ഡൊമൈനാക്കി മാറ്റിയത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ MI.com എന്ന് പറയുന്ന ഡൊമൈന് വേറെ ആരോ മേടിച്ചു വെച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്നുമാണ് ഈ ഷവോമി ഇത് മേടിച്ചത്. അതൊരു ഭയങ്കരമായ ഒരു ഐഡിയ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് വളരെ റയറായിട്ട് തോന്നുന്ന കുറച്ച് പേരുകൾ വെച്ചുള്ള ഒരു ഡൊമൈൻ മേടിച്ചു വെക്കുക. ആ ഒരു ഡൊമൈൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു കമ്പനി വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും അവർ ആ ഡൊമൈൻ നമ്മൾ പറയുന്ന പൈസയ്ക്ക് മേടിക്കും. പിന്നീട് MIUI അല്ലാതെ ഷവോമി ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയത് നമ്മുടെ MI A1 ആണ്. അതും ഇന്ത്യയിലാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആദ്യമായിട്ട്
ആദ്യമായിട്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുന്നത് ഇന്ത്യയിലാണ്. അതാണ് MI A1 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഒരുപാട് വിറ്റുപോയ സ്മാർട്ട് ഫോൺ ആയിരുന്നു അത്. പിന്നീട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല, ഷവോമി ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് മാത്രമല്ല, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഷവോമിയുടെ. നിങ്ങൾക്ക് ബാങ്കുഡ്, അലി എക്സ്പ്രസ് പോലുള്ള വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രൊഡക്റ്റ് ആണ് ഷവോമിയുടെ ഉള്ളത്. ടൂത്ത് ബ്രഷ് അടക്കം ഒരുപാട് പ്രൊഡക്ട്സ് ഷവോമി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു ട്രിമ്മർ അവർ പ്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു എയർപോഡ് അവർ ഉണ്ടാക്കി. ഈ എയർപോഡും അതേപോലെ ട്രിമ്മറും ഒക്കെ വളരെയധികം ഫേമസും ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കണമെങ്കിൽ ബാങ്കുഡിലോ അല്ലെങ്കിൽ അലി എക്സ്പ്രസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാനും സാധിക്കും. ഒരു സ്മാർട്ട് ഫോൺ തന്നെ കളിയാക്കിക്കൊണ്ട് പരസ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷവോമിക്ക് തന്നെ വരത്തുള്ളൂ. കാരണം റെഡ്മി K20 Pro എന്നൊരു സ്മാർട്ട് ഫോൺ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. OnePlus 7 Pro ലോഞ്ച് ചെയ്ത ഉടൻ തന്നെ ട്വിറ്ററിൽ ഒരു ഇത് വന്നു, അതായത് ഒരു ജിഫ് വന്നു. ആ ജിഫിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷവോമി അവർ പുതിയൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, OnePlus വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾക്കുള്ള പണി ദാ വരുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതൊക്കെ ഷവോമി കൊണ്ടൊക്കെ തന്നെ പറ്റൂ. കാരണം അത്ര കോൺഫിഡൻസ് ആണ് അവരുടെ സ്മാർട്ട് ഫോണിൽ. അവരുടെ കൺസ്യൂമറിലേക്ക് എന്തെത്തിക്കണം എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. 2010 ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് വന്ന് നിങ്ങൾ ആലോചിക്കുക. 2010 വെറും 8 വർഷം കൊണ്ട് ഷവോമി ഒരുപാട് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷവോമിയെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.